1945 ലോകം കണ്ട ഏറ്റവും ഭീകരായുധം ആദ്യമായി മനുഷ്യരിലേക്കെറിയപ്പെട്ട വർഷം. ഒരു നിമിഷം, ഒരു പ്രകാശ വിസ്ഫോടനം, ലക്ഷക്കണക്കിന് ജീവനുകൾ ചാരമായി മാറിയ ദിനങ്ങൾ. ഇതാണ് ഹിരോഷിമയും നാഗസാക്കിയും എന്ന രണ്ട് നഗരങ്ങളുടെ വേദനാഭരിതമായ കഥ. 1945 ഓഗസ്റ്റ് 6, ജപ്പാനിലെ ഹിരോഷിമ നഗരം. സാധാരണമായൊരു പ്രഭാതം. സ്കൂളിലേക്കും ജോലിക്കുമായി ആളുകൾ ഇറങ്ങുന്നു. പക്ഷേ രാവിലെ 8:15 ആകാശത്ത് നിന്നും ഒരു അമേരിക്കൻ വിമാനം, എനോള-ഗേ. അത് താഴേക്ക് വീഴ്ത്തിയത് ലിറ്റിൽ ബോയ് എന്ന ആണവ ബോംബ്. ഒരു നിമിഷം, സൂര്യനേക്കാൾ തിളങ്ങുന്ന വെളിച്ചം, പിന്നെ തീ, ചൂട്, നാശം. ഒരു നഗരമൊട്ടാകെ മാഞ്ഞുപോയി. 70,000-ലധികം ആളുകൾ നിമിഷങ്ങൾക്കുള്ളിൽ മരിച്ചു. ലോകം ഇനിയും ഞെട്ടിമാറുന്നതിനു മുമ്പ് 3 ദിവസം കഴിഞ്ഞ് 1945 ഓഗസ്റ്റ് 9, ഈ സാറ് ലക്ഷ്യം നാഗസാക്കി. ഫാറ്റ്മാൻ എന്ന രണ്ടാമത്തെ ആണവ ബോംബ്. പർവ്വതങ്ങൾ ചുറ്റിപ്പറ്റിയ നഗരമായതിനാൽ നാശം കുറവായിരുന്നുവെങ്കിലും 40,000-ലധികം ജീവനുകൾ അവിടെയും നഷ്ടമായി. മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയായി ഇത് ചരിത്രത്തിൽ രേഖപ്പെട്ടു. അവിടെ തീരുന്നില്ല ഈ ദുരന്തം. ബോംബിനു ശേഷം വന്നത് കിരണവികിരണം. വർഷങ്ങളോളം ക്യാൻസർ, ജനിതക വൈകല്യങ്ങൾ, അവശമായ ശരീരങ്ങൾ, തകർന്ന മനസ്സുകൾ. ജീവിച്ചിരുന്നവർ ഹിബാകുഷ എന്ന് വിളിക്കപ്പെട്ടു. ആണവ ദുരന്തത്തിന്റെ ജീവനുള്ള സാക്ഷികൾ. ഹിരോഷിമയും നാഗസാക്കിയും നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം: യുദ്ധത്തിൽ വിജയികളില്ല. ആണവായുധങ്ങൾ ശക്തിയുടെ ചിഹ്നമല്ല, അവ മനുഷ്യന്റെ പരാജയത്തിന്റെ അടയാളമാണ്. ഈ ലോകം ഇനി ഒരിക്കലും ഹിരോഷിമ ആവരുത്.